ഹായ് കൂട്ടുകാരേ, എല്ലാവരും വന്നേ. ഇന്നേ നമുക്ക് പഴം കൊണ്ടൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. പഴം കൊണ്ടൊരു കിളിക്കൂട്. അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഞാൻ കാണിച്ചു തരാം, വായോ. അതിനായിട്ട് ഞാൻ നല്ല പഴുത്ത പഴം, നേന്ത്രപ്പഴം, തൊലി കറുത്തോട്ടെ, എന്നാലും നല്ല പീന്നൊന്നും ആവായിക്കോട്ടാ. അത്യാവശ്യം മുറുക്കുള്ള 2 പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടാ. പിന്നെ കുറച്ച് മൈദപ്പൊടിയും, പിന്നെ നമ്മുടെ സേമിയ ഉണ്ടല്ലോ, ആ സേമിയയും, പിന്നെ 2 മുട്ടയും. ഇതാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഴം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചോ. ഞാനിതിപ്പോൾ ഇങ്ങനെ ഒരു പഴത്തിനെ 3 കഷ്ണമാക്കിയിട്ട് അങ്ങനെ നീളത്തിൽ എടുത്തേക്കണം കേട്ടോ. എന്നിട്ട് അതിന് നമ്മൾ ഈ മൈദപ്പൊടിയിൽ മുക്കുക, മുട്ടയിൽ മുക്കുക. അത് കഴിഞ്ഞിട്ട് മുട്ടയിൽ മുക്കുക. മുട്ട നല്ലോണം അടിച്ചിട്ട് പതപ്പിച്ച് വെച്ചിട്ട് അതിൽ മുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സേമിയയും കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് നമ്മുടെ എണ്ണ ചൂടായിലിട്ട് നല്ലോണം അങ്ങോട്ട് മുരിച്ചെടുക്കുക കേട്ടോ. നല്ല എളുപ്പമുള്ള പരിപാടി കേട്ടോ ഇത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഒരു വെറൈറ്റി സാധനമാണ്. നമുക്ക് നല്ല മൊരുമൊരു, നമ്മുടെ പഴംപൊരി തിന്നണ പോലെയല്ല, നല്ല മൊരുമൊരു കരികരുന്നതിന് ആ സേമിയ അങ്ങോട്ട് പൊരിഞ്ഞ് വരുമ്പോഴേ അത് നല്ലോണം കരികരുന്നതിനെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഞാൻ പറയണത് നോണയാണോ നേരെയാണോ എന്ന് അറിയണ്ടേ. നമ്മുടെ കിളിക്കൂട് എങ്ങനെയുണ്ടെന്ന് അപ്പം അറിയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ കിളിക്കൂടിനെയും എന്നെയൊക്കെ ഇഷ്ടമായിങ്ങ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒരെണ്ണമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓടി വരാം ഞാൻ. ടാറ്റാ, ബൈ ബൈ.